ഹലോ മക്കളെ, S2 എക്സാംസിന്റെ ഒരു സ്റ്റഡി ലീവിലേക്കൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. S2 എക്സാമിന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തന്നെ പഠിക്കുക. ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ റിവിഷൻ സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന റിസോഴ്സ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സപ്ലി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി പഠിക്കുക. ഒപ്പം S1 എക്സാംസിന് സപ്ലി ഉള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ S2 എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സപ്ലി ഉള്ളവര് ഇതിന്റെ ഇടയിൽ തന്നെ ഇടയ്ക്ക് ഓരോ ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയമോ S1ന്റെ സബ്ജക്റ്റും കൂടെ പഠിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കുക. കാരണം S2 എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ആവുന്നതും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത് ക്ലിയർ ചെയ്ത് എടുക്കുന്നതല്ല. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അടുത്ത സെമസ്റ്ററുകളിലേക്ക് നമ്മളിത് മാറ്റി വെക്കും തോറും അടുത്ത സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് കൂടുതൽ കോർ പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. പിന്നെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. വീണ്ടും ഒരു 1 year ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ S1ലെ സബ്ജക്ട്സ് ആദ്യം പഠിച്ചെടുക്കണമെങ്കിൽ കൂടുതൽ എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് മാക്സിമം അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ബാക്ക്ലോഗ് ഇങ്ങനെ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സപ്ലി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എക്സാം കഴിയാൻ കാത്തു നിൽക്കാതെ ഇതിനിടയ്ക്ക് നമുക്ക് ഇപ്പൊ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ തന്നെ കുറച്ച് പഠിക്കുക. S2 ഫോക്കസ് ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ എങ്ങനെയാണ് എക്സാം എന്നുള്ളത്. S1ലെ എക്സാം എഴുതിയതുപോലെയല്ല, ആദ്യമായി യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ലേണിനോ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഏത് രീതിയിലുള്ള സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന റിവിഷൻ സീരീസ് ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക. അല്ലാതെ നിങ്ങൾക്ക് 1-to-1 സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. എക്സാമിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ വന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആവുന്നതും നേരത്തെ തന്നെ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഒരു ഫാക്കൽറ്റി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡ്യൂൾ മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഇനി റെക്കോർഡഡ് സെഷൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് സെഷൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ എൻജോയ് യുവർ ഡേയ്സ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.